രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം. അതിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതികളെ പൂട്ടാനായി വിജയ് ഭാനുവാണ് വരുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസന് നീതി ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഒരു കഥ പറയട്ടെ, ചൊല്ലട്ടുമാ, ഒരു കഥ ചൊല്ലട്ടുമാ. ഒരു കൊച്ചു പെൺകുട്ടി വീട്ടിൽ ഒരു ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ വിഗ്രഹം ഇങ്ങനെ പൊക്കി നോക്കുക, അതിൻ്റെ അടിയിലെന്തോ ഉള്ള പോലെ പരതുന്നു. അപ്പോൾ എന്താ കാര്യം എന്ന് അവിടെ ഇരിക്കുന്നവർ അന്വേഷിച്ചപ്പോൾ അമ്മൂമ്മ പറയാണ്, ആ കുട്ടിയുടെ അമ്മൂമ്മ പറയാണ്, ആ കുട്ടിയുടെ അച്ഛൻ കാണാനില്ല. ആ കുട്ടിയെ സംബന്ധിച്ചുള്ള അച്ഛനെ കാണാനില്ല. അച്ഛൻ വീട്ടിൽ വരുന്നില്ല. അച്ഛനാണ് ആഹാരം വാരി കൊടുക്കുന്നത്, കൂടെ ഇരുന്ന് കളിക്കുന്നൊക്കെ അച്ഛനാണ്. കുറേ ദിവസമായിട്ട് അച്ഛനെ കാണുന്നില്ല. അപ്പോൾ എവിടെ അച്ഛനെവിടെ, അച്ഛനെപ്പോൾ വരുന്ന അമ്മൂമ്മ ചോദിക്കുമ്പോൾ, അമ്മൂമ്മയോട് ചോദിക്കുമ്പോൾ അമ്മൂമ്മ പറഞ്ഞു, അതെ ദൈവത്തിൻ്റെ അമ്പാട്ടിയുടെ അടുത്തേക്ക് പോയിരിക്കും. അമ്പാട്ടി എന്ന് പറയും കൊച്ചുകുട്ടികൾക്കൊക്കെ ദൈവത്തിനെ കുറിച്ച്. അമ്പാട്ടിയുടെ അടുത്ത് പോയേക്കാം, അമ്പാട്ടി കൊണ്ടുപോയി അച്ഛനെ. അമ്പാട്ടിക്ക് അറിയുള്ളൂ ഇനി എപ്പോഴാണ് വരിക എന്ന്. മോളൊരു കാര്യം ചെയ്യും, ഒരു എഴുത്ത് എഴുതി വയ്ക്കൂ, എന്ന് അച്ഛനെ തിരിച്ചയക്കും അമ്പാട്ടിയുടെ അടുത്ത് നിന്ന്, എന്നൊരു എഴുത്ത് എഴുതി അമ്പാട്ടിയുടെ അടുത്ത് വയ്ക്കുമെന്ന്. അപ്പോൾ ഈ കുട്ടിക്ക് അറിയുന്ന കൊച്ചു കുട്ടി 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കണേ, അറിയാവുന്ന ഭാഷയിൽ അമ്പാട്ടി എൻ്റെ അച്ഛൻ എപ്പോൾ വരുന്നൊക്കെ ചോദിച്ച് എഴുതി ഒരു കടലാസ് എഴുതി ഈ വിഗ്രഹത്തിൻ്റെ താഴെ വെച്ചു. കൈ കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ഇവരെന്ത് ചെയ്തെന്ന് അറിയാം, അമ്മൂമ്മ ഭയങ്കര മിടിക്കുക. അമ്മൂമ്മ എഴുത്തെടുത്ത് മാറ്റി വെച്ചു, ഈ കുട്ടി കാണാണ്ട്. അപ്പോൾ ഈ കുട്ടി എന്ത് വിചാരിച്ചു, അമ്പാട്ടി ആ എഴുത്ത് വായിച്ചിട്ട് ഇതാക്കിയെന്ന്. അപ്പം മറുപടി കിട്ടണ്ടേ, മറുപടി വന്നോ എന്ന് ഈ മോള് എഴുത്ത് വെച്ച സ്ഥലത്ത് പൊക്കി നോക്കുകയാണ്. അവിടെയല്ലേ ഇനി അമ്പാട്ടി തിരിച്ച് മറുപടി കൊണ്ടുവയ്ക്കുക. ഇതെവിടെ നടന്ന കാര്യമായിരിക്കും? അതിലൊന്ന് അന്വേഷിച്ച് നോക്കും, ആലോചിച്ച് നോക്കും. അല്ല, കഥ ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ. എവിടുത്തെയാണ്? രഞ്ജിത്ത് ശ്രീനിവാസനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ വീട്ടിൽ ഞാനിരിക്കെ ഞാൻ എൻ്റെ കണ്ണാലെ കണ്ട കാര്യമാണ് പറഞ്ഞത്. മോളുടെ കണ്ണൊന്നും നിറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? മകൾ, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകള് എൻ്റെ അമ്മയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് വിനോദിനി എന്ന് പറഞ്ഞിട്ട്, രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ അമ്മ. ആ സമയത്ത് ഞാൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. രഞ്ജിത്താണെങ്കിൽ OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ വിനോദിനി ആൻറ്റി എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് അമ്മയെ വിളിക്കാൻ പോകുമ്പോൾ, ഭാരതീയ വിദ്യാഭവനിൽ അമ്മ റിട്ടയർ ചെയ്തതിന് ശേഷം അമ്മ അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണ് കൊണ്ടുവന്ന് അമ്മയും പിക്കപ്പ് ചെയ്യും, ആൻറ്റിയും കൂടെ കാറിൽ കയറും. ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ആൻറ്റിയെ ഡ്രോപ്പ് ചെയ്തിട്ട് അമ്മയും കൊണ്ട് വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആൻറ്റിയെ നന്നായിട്ട് അറിയാം. എന്താണ്, രഞ്ജിത്തിനെ അങ്ങനെ എനിക്ക് വലിയ പരിചയമില്ല. ഈ പാർട്ടിപരമായിട്ട് 1-2 പ്രാവശ്യം ഞങ്ങളുടെ മോർച്ചകളുടെ മീറ്റിങ്ങിൽ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു വലിയൊരു ഇത് ഇല്ലാത്ത അങ്ങനത്തെ ഒരു ബന്ധമില്ല. പക്ഷേ ആൻറ്റിയായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പം രഞ്ജിത്ത് മരിച്ച സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് ഇവിടെ OBC മോർച്ചയുടെ ഒരു മീറ്റിംഗ്, സ്റ്റേറ്റ് മീറ്റിംഗ് എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ട്. തലേ ദിവസം വിളിച്ച് രഞ്ജിത്ത് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എറണാകുളം പാർട്ടി ഓഫീസിൽ. കാറിൽ വന്നാൽ കാറ് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ചായിട്ട് ഞങ്ങൾ പിന്നെ അറിഞ്ഞു. അപ്പോൾ രഞ്ജിത്തിൻ്റെ മരണം അന്വേഷിച്ച് മരണം നടക്കുന്ന ഇത് TV കാണുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് വിനോദിനി ആൻറ്റിക്ക് ഹിസ്റ്റീരിക്കലാവുക. അവരുടെ മുമ്പിൽ വെച്ചാണ് വെട്ടി കൊല്ലുന്നത് കേട്ടോ. 56 വെട്ടൊറ്റ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ. എന്താണ്, അപ്പോൾ എൻ്റെ സ്വഭാവം അമ്മയ്ക്കറിയാം. ഞാനും ചാടി പുറപ്പെട്ടാലോ വെച്ച് അമ്മ എൻ്റെ കൈ പിടിച്ചിരിക്കുക. നീ പോയില്ല, നീ അങ്ങോട്ട് പോകണ്ട, വിനോദിൻ്റെ അടുത്തേക്ക് പോകണ്ട. അപ്പോൾ എൻ്റെ കൊളീഗിനേക്കാളുപരി എനിക്ക് ആൻറ്റിയെ കാണണം എന്നാണ് സത്യം പറയുകയാണെങ്കിൽ അവരുടെ ഇത് കണ്ടിട്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് അറിയുന്നതാണല്ലോ. അപ്പോൾ അമ്മ എൻ്റെ കൈ പിടിച്ച് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻറ്റി എനിക്ക് ഇങ്ങോട്ടേക്ക് ആൾക്കാർ വഴി സന്ദേശം തന്നു, പത്മജയും രഞ്ജിത്തും ഏകദേശം ഒരു പദവിയിൽ, ഒരാൾ OBC മോർച്ച, ഒരാൾ മഹിളാ മോർച്ച ഇരിക്കുന്നതല്ലേ, അങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ വരണ്ടേ, എന്നെ കാണാനല്ലെങ്കിലും ഒരു കൊളീഗ് മരിച്ചെന്ന നിലയിൽ വരേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ അറിയാണ്ടാണ് ഞാൻ ആലപ്പുഴയിലേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രഞ്ജിത്തിൻ്റെ 2ാമത്തെ മോൾ കൊച്ചുകുട്ടിയാണ് ആ സമയത്ത്. അവളാണ് ഈ എഴുത്ത് കൊണ്ടുവന്ന് കൃഷ്ണ വിഗ്രഹത്തിന് താഴെ വച്ചിട്ട് അത് ദൈവം കൊണ്ടുപോയെന്ന് വിചാരിച്ച് മറുപടി ആലോചിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിലെ കൊലപാതകങ്ങൾ എന്ത് തരം കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്തുമാകട്ടെ, അതിനുശേഷം കുടുംബത്തിന്, ജീവിച്ചിരിക്കുന്നവരുടെ കുടുംബത്തിന് ഒരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ പ്രതികളാക്കപ്പെടുന്ന ആൾക്കാരുടെ കുടുംബത്തിനും ഒരവസ്ഥയുണ്ട് അല്ലേ? അവർക്കും അവരുടെ നഷ്ടപ്പെട്ടു വേണ്ടപ്പെട്ടവനെ കാണുന്നില്ല, യാതൊരു തരത്തിലുള്ള സഹായവും അവരിൽ നിന്ന് കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥ അവർക്കുമുണ്ട്. 2 തരവും നമ്മൾ നോക്കണ്ടേ. അപ്പോൾ രഞ്ജിത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, രഞ്ജിത്ത് എറണാകുളത്തേക്ക് വരാൻ വേണ്ടി തയ്യാറായിട്ട് ഇരിക്കുന്ന സമയം, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ഭാര്യയുടെയും അമ്മയുടെയും 2ാമത്തെ മകളുടെയും മുമ്പിൽ വെച്ച് വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് വിജയ് ഭാനു വന്നിരിക്കുന്നു അല്ലേ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട്. അദ്ദേഹം
ഏറ്റവും ഇപ്പോൾ എറണാകുളം ഹൈക്കോടതിയിൽ ഉള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിമിനൽ ലോയേഴ്സാണ്. അദ്ദേഹം ആ ചാലഞ്ചെന്ന് തന്നെ പറയാം ഏറ്റെടുത്തിരിക്കുന്നു. നമ്മളുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ചെയ്ത നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ നിൽക്കുന്ന കേസുകളിലെല്ലാം തന്നെ സക്രിയമായ ഒരു ഇടപെടൽ വേണം എന്നാണ് വിചാരിക്കുന്നത്. രഞ്ജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഉറുമ്പിനെ പോലും അദ്ദേഹം കൊന്നിട്ടുണ്ടാവില്ല കേട്ടോ. OBC മോർച്ചയുടെ പ്രവർത്തകനായിരുന്നു. ആരെങ്കിലും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്ന് കൊല്ലണമെന്നൊരു ഉദ്ദേശത്തിൽ നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ വന്നു പെട്ടത് അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് രഞ്ജിത്തിൻ്റെ കൊലപാതകം നടന്നിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ ആ കുടുംബത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആൻറ്റി പറയുകയായിരുന്നു, മോളെ വിശ്വസിക്കാൻ പറ്റിയില്ല. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നില്ല രഞ്ജിത്ത് മരിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഒരു അമ്മയ്ക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. പിതൃദുഃഖമാണ്, പിതൃദുഃഖമല്ല പുത്രദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പുത്രൻ മരിച്ചു പോയില്ല എന്നാണ് അവർ വിചാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർ കാറി കരയുമ്പോൾ അടുത്ത വീട്ടുകാർ ഓടി വരുന്നു. ആശുപത്രി കൊണ്ടുപോകുമ്പോഴാണ് മനസ്സിലായത് ബ്രോഡ് ഡെഡാണെന്നുള്ള കാര്യം മനസ്സിലായത്. എന്ന് നോക്കുകയാണെങ്കിൽ വാടിക്കൽ രാമേഷിൻ്റെ കാര്യം മുതലെടുക്കും. ലീല ചേച്ചി കിളിന്ത പ്രായത്തിലാണ് വിധവയായത് അല്ലേ. ആർക്കാണ് ഇതുകൊണ്ടൊരു നേട്ടമുണ്ടായിട്ടുള്ള? ഒരാളെ കൊന്നാൽ തീരുന്നതാണ് ഒരു പ്രസ്ഥാനം. ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാരുടെ, അത് ഏത് പ്രസ്ഥാനമാവട്ടെ, നൂറുകണക്കിന് ആൾക്കാരുടെ ചോരയും നീരും ആശയവുമാണ് ആ പ്രസ്ഥാനം. അതിലൊരാളെ കൊന്നാൽ ഒരു പ്രസ്ഥാനവും നിന്നു പോയിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കൊലപാതകങ്ങൾ നമ്മൾ അവസാനിപ്പിച്ച് തന്നെ മതിയാവുള്ളൂ. അത് കഴിഞ്ഞ് വരികയാണെങ്കിൽ ജയകൃഷ്ണൻ മാസ്റ്റർ കൊലപാതകം, ഇന്നും എത്രയോ കുട്ടികൾക്ക് ഊണില്ല, ഉറക്കമില്ല. ഇങ്ങനെയൊക്കെയാണ് പ്രതികാരം ചെയ്യേണ്ടത്. അങ്ങനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ തനിച്ച് കിട്ടുമ്പോൾ കൊല്ലട്ടെ. ഞാൻ അതിനെ ഒരിക്കലും ഐ ആം ഡെഡ് അഗെയിൻസ്റ്റ് കൊലപാതകങ്ങൾ. പക്ഷേ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള കൊലപാതകങ്ങൾ ആ കൊല ചെയ്യുന്ന വ്യക്തികൾക്കുള്ള താല്പര്യം ഇല്ലാതാക്കുകയുള്ളൂ അല്ലേ. മറ്റേ ഗ്രൂപ്പിനോട് സിമ്പതി കൂടുകയേ ചെയ്യുള്ളൂ, ആരെ കൊന്നാലും തന്നെ. ഇപ്പോൾ രാമകൃഷ്ണൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, വാടിക്കൽ രാമകൃഷ്ണൻ്റെ കാര്യം, അതുപോലെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ കാര്യം പറഞ്ഞു. അഭിമന്യു ഇന്നും ഒരു വിങ്ങലല്ലേ. ആ പച്ച സ്വെറ്റർ ഇട്ട് ഞാൻ നൊന്തു പെറ്റ പൊന്നു മകനെ എന്ന് പറഞ്ഞ അഭിമന്യുവിൻ്റെ അമ്മ മഹാരാജാസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേതനേറ്റ് കിടക്കുന്ന മകൻ്റെ ശരീരത്തിൽ വീണ് കിടന്ന് അലമുറയിടുന്നത്. ഇമോഷണലായി, സോറി. ഒരമ്മയാണ് ഞാൻ, 2 ആൺകുട്ടികളുണ്ട്. അപ്പോൾ അതിന്നും എൻ്റെ കണ്ണിൽ നിന്ന് പോയിട്ടില്ല അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ശ്രീനിവാസിൻ്റെ 21 ഡിസംബറിലായിരുന്നു തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കൊലപാതകം നടന്നു. ഞാൻ മരണം എന്ന് ആദ്യം പറയാൻ പോയതാണ്, ഇല്ല, കൊലപാതകം തന്നെയായിരുന്നു. കൊല്ലുകയാണ് ചെയ്തത്. ബ്രൂട്ടലി കിൽഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിഷ ജോൺസൺ അഡ്വക്കേറ്റ് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സംഖ്യയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. അദ്ദേഹം മാരി ചെയ്തിരിക്കുന്നത് ഹിന്ദു യുവതിയാണോ അല്ലേ. ലിഷ എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം തോന്നും, ജോൺസൺ എന്നാണ് സർനെയിം അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ വസുദൈവ കുടുംബവും എല്ലാവരിലും നന്മ കണ്ടിട്ട് എല്ലാവരെയും ഒപ്പം ചേർന്ന് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാണ്ട് സ്വന്തം കാര്യവും സ്വന്തം പാർട്ടി, അതായത് BJPയുടെ OBC മോർച്ചയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന കാര്യങ്ങളും നോക്കി സുഖകരമായൊരു കുടുംബം ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയെ കൊല്ലുക എന്ന് പറയുകയാണെങ്കിൽ അത് നല്ലൊരു ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വിജയഭാനു തീർച്ചയായും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം അതിന് കൃത്യമായ തരത്തിൽ ഇടപെടുമെന്നും ഉറപ്പാണ്. ഇങ്ങനെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വന്നിട്ട് ഇത്രയും ഹൈപ്പ് ഉണ്ടായതായിട്ട് ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. തീർച്ചയായും ഇത് വളരെ വിശ്വാസം ഉണ്ടായിരുന്നു ഇവർക്ക്. ഭരണം മാറിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പ്രതികളിലൊക്കെ അങ്ങ് രക്ഷപ്പെട്ടോളും. കാരണം ഈ കേസിൽ വധശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ജാമ്യത്തിലിറങ്ങി ഇനി എല്ലാവരും പുറത്തിറങ്ങി അങ്ങ് വിലസിക്കോളൂ എന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വലിയ അടി സുഡാപ്പികൾക്ക് ഉണ്ടാവുന്നത്. അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു. തീർച്ചയായിട്ടും. ഏറ്റവും കൗതുകരവും നിങ്ങൾക്ക് താല്പര്യമുള്ളതുമായ വാർത്തകളുമായി ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. നിങ്ങൾ ചാനൽ കാണുന്നുമുണ്ട്. പക്ഷെ ചിലരൊക്കെ നമ്മുടെ ചാനൽ കണ്ടിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. ഒന്ന് ചെയ്തേക്കണേ.